റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജനെതിരെയുള്ള ആരോപണം പി. ജയരാജൻ വിടുന്നില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് മറുപടി എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചിരിക്കുന്നത്. സെയ്ഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, എന്തായാലും റിസോർട്ട് മാഫിയുമായുള്ള ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പി. ജയരാജൻ പാർട്ടിയിൽ ഉന്നയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇ.പി. ജയരാജൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ഈ ആരോപണങ്ങൾ വിടാൻ പി. ജയരാജൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മനസ്സിലാവുന്നു. പി. ജയരാജൻ ആ വിഷയം തുടർച്ചയായി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കുകയാണ്. ആദ്യമായി വിഷയം പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് പി. ജയരാജനായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിലാണ് അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഉന്നയിച്ചത്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചാണ് ഇ.പി. ജയരാജൻ ആ വൈദേകം റിസോർട്ട് വാങ്ങിയത് എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ജഡ്ജി അന്ന് അദ്ദേഹം ഉന്നയിച്ചത്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. താൻ ഉന്നയിച്ച വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി എന്നടക്കമുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അത് പാർട്ടി പരിശോധിച്ച് നടപടി ആവശ്യമാണ് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രശ്നം പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള മറുപടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നൽകി. പല കാരണങ്ങളാൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങളാൽ അത് നീണ്ടുപോവുകയാണ് ചെയ്തത്. പ്രശ്നം പാർട്ടി വിട്ടിട്ടില്ല എന്ന മറുപടിയാണ് പി. ജയരാജന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ യോഗത്തിൽ നൽകിയത്.